ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോസ്. അപ്പോൾ ഇന്നത്തെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെലിക്കോണിയേഴ്സ് നമുക്ക് ഒത്തിരി ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇരിക്കുന്നതാണ് ഹെലിക്കോണി നമ്മൾ അയക്കുന്ന പ്ലാന്റ് ആണ്. സോ ഇതുപോലൊരു വലിയ പ്ലാന്റിൻ്റെ ഉണ്ട്, ഇത്രയും വലിയ പ്ലാന്റ് ആയിരുന്നു. പക്ഷെ നമുക്കത് കൊറിയർ അയക്കുമ്പോൾ ഇതുപോലെ വലുതായിട്ട് അയച്ചു കഴിഞ്ഞാൽ കൊറിയർ ചാർജ് തന്നെ 1000 അടുപ്പിച്ചൊക്കെ പോകും. സോ അതുകൊണ്ട് നമ്മളതിൻ്റെ കൊണ്ട കട്ട് ചെയ്യാറാണ് പതിവ്. എന്നിട്ട് അതിന് ശേഷം നല്ല കിഴങ്ങുള്ള പ്ലാന്റ് ആണ്. സോ അതിന് നമ്മൾ ഇവിടെ വെച്ച് കവർ വെച്ച് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് നമ്മൾ അയക്കാറുള്ളത്. ഓക്കെ, നമുക്ക് പ്ലാന്റ്സുകൾ ഓരോന്നായിട്ട് കാണാൻ വേണ്ടി പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ തമ്പനിയിൽ എല്ലാത്തിൻ്റെയും ഫോട്ടോ ആഡ് ചെയ്തിരിക്കും. തമ്പനിയിൽ ആഡ് ചെയ്തിട്ടുള്ള അത്രയും ഫോട്ടോസാണ് നമ്മൾ ഇന്നത്തെ ഈ കളക്ഷനിൽ അയക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് പ്ലാന്റ് ഇതാണ്. ഓക്കെ, സെക്കൻഡ് പ്ലാന്റ്. ഓക്കെ, ഇതൊരു ചെറിയൊരു ടൈപ്പ് പ്ലാന്റ് ആണ്. ഓക്കെ, പിന്നെ ഇതൊരു നമ്മളൊരു നല്ല കട്ടിങ്സിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നൊരു നല്ലൊരു പ്ലാന്റാണ്. ഇതെല്ലാം കട്ടിങ്സിന് നമ്മൾ യൂസ് ചെയ്യും. പിന്നെ ഇത് സെക്സി പിങ്ക് എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. ഓക്കെ, ഇനി അതിൻ്റെ തന്നെ നമ്മുടെ ഒരു മഞ്ഞ പോലെ ഷെയ്ഡ് വരുന്ന ടൈപ്പുണ്ട്. ഇത് ജിഞ്ചർ ടൈപ്പാണ്. ഇനി വേറൊരു ടൈപ്പ്, ഇനി വേറെ അത് സെക്സി പിങ്കിൻ്റെ തന്നെ വേറൊരു ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് കൊറിയർ കിട്ടിയിട്ടുള്ളത്. ഇത് ട്രിവാൻഡ്രത്ത് തന്നെയാണ്. സോ ഇനിയിപ്പം പാക്ക് ചെയ്യണം. 1 2 3 4 5 6 7 എണ്ണം ആയിട്ടുണ്ട്. ഇനി ഒരു പ്ലാന്റും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ പ്ലാന്റും കൂടെ എനിക്ക് ആ പ്ലാന്റ് വീട്ടിൻ്റെ സൈഡിലില്ലായിരുന്നു, അത് വേറൊരു പ്ലേസാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ താഴെ ആമ്പൽ നട്ടിരിക്കുന്ന പ്ലേസിലാണ്. സോ ഇനി അവിടെ പോയി ആ പ്ലാന്റ് എടുക്കണം. ഇത് ഈ പ്ലാന്റാണ് ഇത്രയും വലുതായിട്ടുണ്ടായിരുന്ന. നമുക്കിതിനെ വളച്ചു വെച്ച് അയക്കാമെന്ന് പറഞ്ഞാലും പോസിബിൾ അല്ല. ഇതിനെയൊക്കെ ഞാൻ വളച്ച് വെച്ച് നമ്മളിനിപ്പോൾ അയക്കും. ഓക്കെ, വളച്ച് വേണ്ട ഏകദേശം ഇത്രയും സൈസ് വരെ നമുക്ക് കുഴപ്പമില്ല. നോർമലായിട്ട് ലീഫ് മാത്രം ഫോൾഡ് ചെയ്താൽ മതി. അതാണ് നമ്മൾ ഈ ടൈപ്പ് പ്ലാന്റ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഹെലിക്കോണി മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മേടിക്കാനുള്ള നമ്പർ 9809806874. ഞാൻ എൻ്റെ നമ്മുടെ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും, നമ്പർ തമ്പനിയിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുക. വളരെ വേഗം തന്നെ നമ്മൾ കൊറിയർ അയക്കുന്നതായിരിക്കും. ഒരു മീഡിയം റേറ്റാണ് നമ്മൾ ഓരോ പ്ലാന്റ്സിന് ഈടാക്കുന്നത്. താല്പര്യത്തോട് കോൺടാക്ട്. ഇതുപോലെ പ്ലാന്റിൻ്റെ സൈസ് വിത്ത് കണ്ടോളൂ. ഇതൊക്കെ നമുക്ക് ഒരിക്കലും ചീത്തയായി പോകില്ല. ഇത് നല്ല കിഴങ്ങുള്ള പ്ലാന്റ്സാണ്. ഇതെല്ലാം എന്താ തൊട്ട് നോക്കി അറിയണ്ട, പിതുങ്ങില്ല. നല്ല കിഴങ്ങുണ്ട് ഇതിനൊക്കെ. ഓക്കെ, നല്ല കിഴങ്ങുള്ള പ്ലാന്റ്സ് വിത്ത് നല്ല റൂട്ടഡ് പ്ലാന്റ്സ് ആണ്. ഞാനിപ്പോൾ ഇതെല്ലാം മണ്ണിൽ നിന്നെല്ലാം എടുത്തതിന് ശേഷം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി പാക്കിംഗ് ആണ്. സോ രാവിലെ ഇനി പാക്കിംഗ് കഴിഞ്ഞിട്ടാണ് ക്ലാസ്സിന് പോകണം. സോ ഇനിയിപ്പം ഉടനെ പാക്ക് ചെയ്യണം. ഇനി ഒരു പ്ലാന്റും കൂടെ എടുത്തതിന് ശേഷം ഞാനിതിനെ കാർഡ്ബോർഡിലാക്കി സെറ്റാക്കും. ഓക്കെ, ഇത് നമുക്കിന്ന് ഓർഡർ കിട്ടിയിട്ടുള്ളത് ട്രിവാൻഡ്രം പോങ്ങുമൂട് എന്ന് പറഞ്ഞൊരു പ്ലേസിലേക്കാണ്. സോ ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഹെലിക്കോണിയെ പാക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളതാണ്. നമ്മുടെ ഈ ഒരു ഇതെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പേര് കാർഡ്ബോർഡാണ്. കാർഡ്ബോർഡല്ല, നമ്മളെ കാർഡ്ബോർഡ് ബോക്സ് എന്നൊക്കെ നമ്മൾ പറയുന്നത് അതിൻ്റെ വേസ്റ്റ്. പിന്നെ അതിന് ശേഷം എന്താ പേപ്പർ എടുത്ത് ന്യൂസ് പേപ്പർ എടുത്ത് ഓരോന്നായിട്ട് ഫോൾഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ഫസ്റ്റ് പ്ലാന്റ് എടുത്തു. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് നമ്മുടെ ഒരു കുഞ്ഞ് പ്ലാന്റാണ്. അതിന് ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം നമുക്ക് ന്യൂസ് പേപ്പർ വെച്ച്. കാരണം വീണ്ടും വേറെ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി ഇതൊരു കുഞ്ഞ് ടൈപ്പാണ്. ഓക്കെ, ഫസ്റ്റ് പ്ലാന്റ് ഇവിടെ വെച്ച് കഴിഞ്ഞു. അടുത്ത ഓരോ പ്ലാന്റ്സായിട്ട് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഇനി എല്ലാ പ്ലാന്റ്സിനെയും നമുക്ക് ഈ ഇരിക്കുന്ന ന്യൂസ് പേപ്പർ വെച്ച് ഫോൾഡ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ പ്ലാന്റ്സായിട്ട് എടുത്ത് ഇവിടെ വെച്ച് ഫോൾഡ് ചെയ്യാം. ഓക്കെ, കാണാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ഇനി ഫോൾഡ് ചെയ്യുമ്പോൾ കുറച്ച് സൂക്ഷിക്കേണ്ട കാര്യമുണ്ട്. ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ ഓക്കെ ഇങ്ങനെ വെച്ചിട്ട് വേണം ഫോൾഡ് ചെയ്യാനുള്ളത്. എത്ര വ്യക്തമാവണമെന്ന് എനിക്ക് ഇതറിയില്ല. ഓക്കെ ഓക്കെ നമുക്ക് നല്ല വലിയ പ്ലാന്റ്സ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് റബ്ബർ ബാൻഡ്സ് കുറച്ച് ആവശ്യം വരും. ഈ റബ്ബർ ബാൻഡ്സ് വെച്ചിട്ടാണ് നമ്മളിനി ജസ്റ്റ് ഇങ്ങനെ നമ്മൾ മടക്കി കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇങ്ങനെ ഒരെണ്ണം വെച്ചിരുന്നു. അപ്പോൾ ഓടിയില്ല പെട്ടെന്ന്. ഓക്കെ, ഈ ഒരു ഐഡിയ സെറ്റ് ചെയ്യുക. വലിയ പ്ലാന്റ്സ് പാക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഐഡിയ യൂസ് ചെയ്യാം നമുക്ക്. എന്തിരുന്നാലും അത് ഒടിഞ്ഞുകൊണ്ട് പോവില്ല. ഈ ഒരു ലെങ്താണ് ഞാൻ എല്ലാത്തിലും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു പ്ലാന്റ് വെച്ച് നമുക്ക് ലെങ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ പ്ലാന്റ് നമുക്ക് ചിലപ്പം ഒടിയാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷേ പൊടിച്ച് കിട്ടും. വലിയ പ്ലാന്റ്സിൻ്റെ ഒരു പ്രശ്നം ഇതാണ്, നമ്മൾ അയക്കുമ്പോൾ വലിയ കൊറിയറിൽ പാക്ക് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ എടുത്ത് കൊടുത്ത ആ ഒരു ടിപ്പ് ഇതിൽ യൂസ് ചെയ്യാം. ഏകദേശം ഈ ഒരു ഭാഗത്ത് വെച്ച് ഒടിച്ചു കൊടുക്കാം. ഓക്കെ, വലിയ ഓടിയില്ല, മറ്റേ നമ്മൾ ഒടിഞ്ഞു പോകും. ഇതാമിനെ പിടിച്ചിരിക്കും. ഹൈറ്റ് കറക്റ്റ്. ഓക്കെ, ഹൈറ്റ് വ്യത്യാസമില്ല. ഹൈറ്റ് നമ്മൾ നോക്കി സെറ്റ് ചെയ്യണം. ഓക്കെ, അടുത്ത് ഈ പ്ലാന്റ് ജസ്റ്റ് നല്ല ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അത് ഏകദേശം കറക്റ്റ് ഹൈറ്റ് ആയിരുന്നു. ഇനി അടുത്ത ന്യൂസ് പേപ്പർ കുറച്ച് ചിലവാകും. ഈ അടുത്തൊരു കുഞ്ഞുണ്ടാത്രി. ഓക്കെ, ഈ പ്ലാന്റ്. സോ അടുത്ത ഈ പ്ലാന്റ് ഇതാ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത പ്ലാന്റ് റെഡിയാക്കി. ഇനി അടുത്ത പ്ലാന്റ് ഇതിനൊക്കെ നമ്മൾ ചെറുത് മതി. ഇതിനെ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു പാക്ക്. പക്ഷേ എന്തായാലും പ്ലാന്റിന് ഒരു സേഫിന് വേണ്ടി നമുക്ക് ഒന്ന് കൊടുക്കാം. ഓക്കെ, സെറ്റ് ചെയ്തു. അടുത്ത പ്ലാന്റ് ഇതിന് നമ്മൾ ഒരു ഫുൾ പേപ്പർ എടുക്കണം. ഒരു പുട്ട് പേപ്പർ എടുത്തിട്ട് ഇതാ
റോൾ ചെയ്ത് കൊടുത്താൽ മതി. ഇതിന് നമുക്ക് മറ്റേ റോൾ അടിക്കേണ്ടി വരും. ഈ റോൾ പിടിക്കുക, റോൾ ചെയ്യുക, കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതും ഹൈറ്റ് വ്യത്യാസം വന്നിട്ടില്ല. ഓക്കെ, അടുത്ത പ്ലാന്റ് ഇതിനൊരു പൂട്ട് പേപ്പർ വേണം ഇനി അടുത്ത്. കാരണം ഇപ്പോൾ തന്നെ ന്യൂസ് പേപ്പർ കുറേ കാലിയായിട്ടുണ്ട്. നമ്മൾ ഒരു കൊറിയർ ചാർജായിട്ട് 90 രൂപ മേടിക്കണമെങ്കിലും അതിനനുസരിച്ചുള്ള അതിനേക്കാളും ഒരു എമൗണ്ട് ചിലവാകും കേട്ടോ. പാക്കിങ്ങിൻ്റെ കഷ്ടപ്പാട്, ഒരാൾ വന്നെടുക്കുമ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള ഇതില്ലല്ലോ. ഓക്കെ, ഇനി ഇവിടെ ഒരു ക്ലോസ് ഇട്ട് കൊടുക്കുക. ഇവിടെ ഏകദേശം ഈ ഒരു ലെവലാണ്. ഇത് ചിലപ്പം കുഴപ്പമില്ല. ഓക്കെ ഓക്കെ നമ്മളിപ്പോൾ ഇതാണ് പാക്കിങ് കഴിഞ്ഞ്. ഇനി അടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇവിടെ നാട്ട് അടുക്കി വെച്ച് കൊടുക്കുക. ഇളക്കി കയറി കൊടുത്താലും മതി. സെക്കൻഡ് പ്ലാന്റ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, ഓക്കെ, സിക്സ്ത്, സെവൻത്, എയ്ത്ത്. ഓക്കെ, 8 പ്ലാന്റ് ആയിട്ടുണ്ട്. ഇതിൽ കുറച്ച് പാടുപെടും. ചിലത് നമ്മൾ തിരിച്ചെടുക്കേണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഓർത്തില്ല. തിരിച്ചെടുക്കുമ്പോൾ നമുക്കിങ്ങനെ അടുക്കി കൊടുത്തു കഴിഞ്ഞാൽ അപ്പം ടൈറ്റ് പാക്കായിട്ടങ്ങിരുന്നോളൂ. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് റോളിൻ്റെയും കൂടെ ആവശ്യമുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് റിട്ടേൺ കട്ട് ചെയ്തെടുക്കാം. റിട്ടേൺ കട്ട് ചെയ്തെടുക്കാനുള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെത്തേഡ് ഏകദേശം ഇതുവരെ നമുക്ക് ഇങ്ങനെ നിൽക്കുമെന്നറിയാം. ഓക്കെ, താഴെ കറക്റ്റാക്കിയതിന് ശേഷം ഇത് ബാക്കി റോൾ കട്ട് ചെയ്തെടുത്ത് തുടങ്ങി. അത് സൂക്ഷിച്ചെടുക്കുക. അപ്പം ഇതിന് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറ്റി കൊടുക്കാം. കണ്ട ഇങ്ങനെ കൊടുക്കണ്ട, ഇങ്ങനെ കയറ്റി കൊടുക്കാം. അതങ്ങ് റോളായി പിടിച്ചോളും. ഓക്കെ, ഇനി ആ റോള് റോളിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഇല്ല, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. സോ ജസ്റ്റ് ഇത്രയും റോള് മതി, അല്ലാതെ നമുക്ക് വെയിറ്റ് കൂടുതലാവും. സോ ഈ റോളിൽ തന്നെ നമുക്കതിനാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് ഇതിനെ ജസ്റ്റ് അല്പം ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. നല്ല രീതിയിൽ ടൈറ്റാക്കി റോൾ ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. വീണ്ടും നമ്മൾ ഒട്ട് കൂടുന്ന സ്റ്റാർട്ട് ചെയ്തെടുത്തിട്ട് ഒരു റോളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി കുഴപ്പമില്ല കേട്ടോ. ബാക്കി ഒരു വലിയ കുഴപ്പമില്ല, അതങ്ങ് പൊക്കോളും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ 8 പ്ലാന്റ്സ് ഇതിനകത്ത് സേഫായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ കുറച്ച് കൊടുത്ത് എൻ്റെ അഡ്രസ്സും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഒട്ടിച്ച് കഴിയുമ്പോൾ കൊറിയർ ഇവിടെ നിന്ന് പൊക്കഴി. ഓക്കെ, ഒരു റോൾ തീരാറായ റോളായിരുന്നു. ഇത്ര ഹൈറ്റ് വന്നു. ഈ ഹൈറ്റ് ഇത് ഏകദേശം ഒരു 150 രൂപ കൊറിയർ ചാർജ് ആവുമെന്ന് തോന്നുന്നു. 2 കിലോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഇനി അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ വയ്ക്കാൻ വേണ്ടി ബാക്കി പാക്കിങ് ചെയ്യാം. ബാക്കി പാക്കിങ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വലിയ പ്ലാൻസൊക്കെ പാക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു മെത്തേഡിൽ പാക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹെൽക്കോണിയം മേടിക്കാൻ താല്പര്യം നമ്മളെ മേടിക്കും. ഇതുപോലെ മറ്റൊരു നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് അരുൺ സൈനിങ് ഔട്ട്. ബൈ ബൈ.